എല്ലാം പൂർണിമയുടെ അനുവാദം ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നല്ലോ. അതമ്മേ, ഈ വീട്ടിൽ അധികാരമുള്ളവരോട് വേണ്ട അഭിപ്രായം ചോദിക്കാൻ. എന്താ നീ എന്നെ കളിയാക്കുവാണോ? അയ്യോ, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ സത്യോ പറഞ്ഞ. ഈ വീട്ടിലെ മൂത്ത മരുമകൾ അമ്മയല്ലേ. അമ്മ പറഞ്ഞ ഇവിടെ എന്തെങ്കിലും നടക്കുവോ, അതോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശരി, അത് പോട്ടെ. അമ്മയുടെ മകനല്ലേ ഇവിടുത്തെ അനന്തരാവകാശി, ഏക ആൺതരി. പക്ഷെ എന്തെങ്കിലും അധികാരം പൃഥ്വിക്കുണ്ടോ? നീ എന്താ പറഞ്ഞു വരുന്നത്? പൃഥ്വി ദേഷ്യപ്പെടാതെ. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല. ഇവിടെ അവരുടെ വാക്കിന് വില കൊടുത്താ സമാധാനമായിട്ട് ജീവിക്കാം. അവരുടെ വാക്കിന് വില കൊടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമല്ലേ അമ്മ ഈ ലൈഫ്. അത് നഷ്ടപ്പെടുത്താതെ നോക്കണമല്ലോ. അപ്പോ എനിക്കിവിടെ യാതൊരു അധികാരം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതാണ് സത്യം. കൂടുതലൊന്നും വേണ്ട. ഈ അടുക്കളയില് അമ്മയുടെ ഇഷ്ടത്തിന് ഒരു കറിയെങ്കിലും വെക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്വന്തം ഇഷ്ടത്തിനൊരു കറി പോലും വെക്കാൻ പറ്റാത്ത അമ്മ ആ ദുർഗയും കിരണിനെയും എന്ത് ചെയ്യാനാ? എന്താ ആന്റി, ചായയോ മറ്റോ വേണോ? എല്ലാരും കഴിക്കാനിരുന്നല്ലോ. ആന്റി ഇരുന്നോ, ഞാൻ ഫുഡ് കൊണ്ടുവരാം. നീ ആരാ എന്നോട് കഴിക്കാൻ പറയാൻ? എന്ത് അധികാരത്തിലാ നീ ഈ വീട്ടുകാരി കളിക്കുന്നത്? ഈ നാടകമൊന്നുമേ എന്റെ മുന്നിൽ വേണ്ട. നിന്നെയും മറ്റുള്ളവരുടെ സ്വത്തും പണവും അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവിനെ പോലുള്ളവനെയൊക്കെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. സത്യം പറഞ്ഞ നിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് അറപ്പാകുന്നു. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോ. ആദ്യം ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. പിന്നെ ഒരാളെ സ്നേഹം കാണിച്ച് പറ്റിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും ഉപരിയായി സത്യം എന്താണെന്ന് എല്ലാരും മനസ്സിലാക്കിയ നാണം കെടാൻ പോകുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കണം. കിരണിനെ ആരാണ് ചതിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആന്റിക്കല്ലേ? എനിക്കോ? അതെങ്ങനെ ഞാൻ അറിയും? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആന്റിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണ്ട. സത്യം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരും. പുറത്ത് കൊണ്ടുവന്നിരിക്കും. അപ്പോഴും മുഖത്ത് ഈ ധൈര്യം ഉണ്ടാകണം. ഇവരുടെയൊക്കെ കഠിനാധ്വാനവും അർപ്പണ ബോധവും കൊണ്ടാ ചാനൽ ഇന്ന് ഈ കാണുന്ന ഈ നിലയിലെത്തിയത്. അങ്ങനെയാണ് ഈ ഓഫീസിലെ ഓരോരുത്തരെയും നീ കാണേണ്ടത്. പ്രായം പോലും നോക്കാതെ നീ ഈ ശങ്കരേട്ടനെ അടിച്ചത് വലിയ തെറ്റായി പോയി യശി. അതുകൊണ്ട് നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. വേണ്ട മേഡം, വേണ്ട. പരാശിത മാപ്പ് പറ്റില്ല. ഒരു സെക്യൂരിറ്റിയോട് സോറി പറയാൻ എനിക്ക് പറ്റില്ല. ഞാനടിച്ചത് തെറ്റാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ അതിന് കാരണക്കാരൻ ഇയാള് തന്നെയാ. അതുകൊണ്ട് ഞാൻ സോറി പറയുമെന്ന് ആരും കരുതണ്ട. ശങ്കരേട്ടൻ നിന്നോട് അങ്ങനെ പെരുമാറിയതില് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഷിത. കാരണം ഞാനാണ് പരിചയമില്ലാത്ത ആരെയും ഇങ്ങോട്ടേക്ക് കടത്തിവിടണ്ടെന്ന് ശങ്കരേട്ടനോട് പറഞ്ഞത്. പുതിയതായി ആര് ഓഫീസിലേക്ക് വന്നാലും അത് ആരാ എന്താന്ന് തിരക്കാതെ അകത്തേക്ക് പോവാൻ ശങ്കരേട്ടൻ സമ്മതിക്കില്ല. അഷി, നീ ഇപ്പൊ ശങ്കരേട്ടനോട് സോറി പറയുന്നുണ്ടോ ഇല്ലയോ? സോറി പറയാതെ ഇനി ഈ ഓഫീസിലേക്ക് വരാമെന്ന് നീ കരുതണ്ട അഷിതേ. ഓ, അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാ. ബിസിനസ്സില് ഏറ്റവും വലിയ കാര്യം ഡിസിപ്ലിനാ. അതില്ലാത്ത ആരും ഈ ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല.
സോറി. ഇപ്രാവശ്യത്തേക്കൊന്നും വിചാരിക്കണ്ട ശങ്കരേട്ട. അത് വിട്ടേക്ക് ഇനി മേഡം. ഇങ്ങനൊന്നും സംഭവിക്കില്ല. സാരമില്ല മേഡം, ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. ശരി, ശരി. വെക്കോളൂ. എല്ലാം ചെയ്തു വെക്കുന്നത് ഇവിടുത്തെ മഹാറാണിയല്ലേ? എന്നെക്കാൾ എന്ത് മിടുക്ക് അവർക്ക് കൂടുതലുള്ള കുടുംബത്തിൽ കാരണവന്മാരായിട്ട് കുറച്ച് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ എന്നെക്കാളും എന്ത് കഴിവ് അവർക്ക് കൂടുതലുള്ള? ശശി, താനിങ്ങനെ ഓരോന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ കാര്യം മനസ്സിലാക്കാൻ പറ്റും? പിന്നെ ഇവിടുത്തെ സ്വത്ത് അതൊന്നും പാരമ്പര്യ കിട്ടിയതൊന്നുമല്ല. എല്ലാം പൂർണ്ണിമ ചേച്ചി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൂടിയാ. ഓ, അപ്പൊ അതിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ? അതാ അവരിന്നോട് കാണിച്ചത്. സ്വത്ത് അവരുണ്ടാക്കിയതായിക്കോട്ടെ, പക്ഷെ ഞാൻ ആരാ? ഈ വീട്ടിലെ മരുമോളല്ലേ? എന്നിട്ടല്ലേ ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത്? ഓഫീസിൽ വെച്ച് അപമാനിച്ചു. എന്തിന്? പൃഥ്വി എന്നെ ഓഫീസിൽ കൊണ്ടാക്കിയതല്ലേ? അതെ. അപ്പൊ അവിടെ നടന്ന എന്താണെന്നറിയോ? ഞാനങ്ങോട്ട് കയറി ചെന്നപ്പോ ആദ്യം എന്നെ സെക്യൂരിറ്റി അപമാനിച്ചു. സെക്യൂരിറ്റി കിട്ട് ഞാനൊന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോ സ്റ്റാഫിൽ ആർക്കും എന്നെ അറിയില്ല. അവിടെ വന്ന് പൂർണിമ എന്നെ അപമാനിച്ച് സെക്യൂരിറ്റി തല്ലിയതിന് മാപ്പും പറയിച്ചു. വന്ന് വന്ന് പൂർണിമയുടെ അഹങ്കാരത്തിന് ഒരു കണക്കില്ലാതായിരിക്കുവോ? ഓഫീസിൽ അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചാ പിന്നെ എന്നെ അവിടെ ആരാ ഇനി മതിക്കുന്നേ? ഇനി എന്തെങ്കിലും ഒരു വില ഞാൻ അവിടെ പോയാൽ എനിക്ക് ഉണ്ടാവോ?